ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ കുറേ ദിവസത്തെ മഴയും മൂടലും ഒക്കെ മാറിയിട്ട് ഇന്ന് വെയിൽ വന്നേക്കും അല്ലേ. ഞാൻ പുറത്ത് ഹരിക്കോട്ടിന്റെ ക്യാരി ബാഗ്, ഹരിക്കോട്ടിന്റെ ഡയപ്പർ ബാഗ്, പിന്നെ ഹെൽമെറ്റ്, അത് ഇത് കുന്തം ചക്കര എല്ലാം കൂടെ എടുത്ത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കാന്ന് കരുതിയേ. അത് കഴിഞ്ഞപ്പോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ കയറി. ഇന്ന് സൺഡേ ആയിട്ട് പല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടെ മിച്ചം വരുന്ന ഈ മാവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് അതെല്ലാം എന്തായാലും നല്ല സാധനങ്ങളാണ്, അതെല്ലാം അപ്പൊ ഇന്ന് ഉണ്ടാക്കി മൊത്തത്തിൽ അങ്ങ് മാറ്റിയേക്കാന്ന് കരുതിയിട്ടാണ് ഈ 3 ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പഴാണ് ഓർത്തത് അവന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയത്. അങ്ങനെ ദോശ ഞാൻ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാണ് ഇത്ര കട്ടിക്കിരിക്കുന്നത്. അതാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് നെയ്യെല്ലാം ഇട്ട് വെച്ചും ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് ശർക്കര ഇല്ലേ, അത് ഞാൻ ഇങ്ങനെ ചിരണ്ടി അതിട്ടിട്ട്, ഇത് നല്ല ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഉരുക്കി ഒന്നും വെക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ശർക്കരയൊക്കെ ഉരുക്കി വെക്കും, കാര്യം അതിനകത്ത് കുറെ ഇമ്പ്യൂരിറ്റീസ് കാണും. അത് നമുക്ക് ഉരുക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിനകത്ത് എന്തോരം അഴുക്കുണ്ടെന്ന്. അപ്പൊ ഇത് നല്ല ശർക്കര കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചിരണ്ടി ഇടുവാണ്. പിന്നെ ഈ ശർക്കര ഉണ്ടല്ലോ മസ്റ്റായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ. കാര്യം എന്താ പറയാവോ, അനീമിയ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശർക്കര എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ആ ശർക്കരനകത്ത് ഇടുമ്പോ തന്നെ ഉരുകി പിടിക്കുമല്ലോ. അപ്പൊ ആ നല്ലൊരു മധുരം ഇങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. അത് പൊട്ടിച്ചൊഴിച്ച് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പറം ഇപ്പറം നന്നായിട്ട് മൊരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു എന്താ മധുരമുള്ള ഒരു നല്ലൊരു ദോശ കിട്ടും. ഈ ദോശയാണ് ഞാൻ ഇന്ന് അരിക്കുട്ടന് കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അരിക്കുട്ടന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനിയിപ്പൊ ഇന്ന് എങ്ങനെയാന്ന് അറിയത്തില്ല, ഓരോരോ മൂഡാണ്. ചില സമയത്ത് ചില ഭക്ഷണങ്ങൾ കഴിക്കും, അത് നമ്മൾ കണ്ടിട്ട് അത് പിന്നെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പിന്നെ അത് കഴിക്കത്തില്ല, വേറെ എന്തെങ്കിലും മതി. പിള്ളേരങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ മാക്സിമം ഞാൻ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊന്നും അരിക്കൊണ്ട് കൊടുക്കത്തേ ഇല്ല കേട്ടോ. കാര്യം ഒരു ഏജ് കഴിയുമ്പോൾ അവരെന്തായാലും ഇതൊക്കെ വാങ്ങി കഴിക്കും. അതുവരേക്കെങ്കിലും അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. മുൻപ് നമ്മളെ ഒരു ദോശയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കണ്ടിട്ട് കുറെ പേര് നല്ല നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്നിവിടെ നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. ഇത്രയും ദിവസമൊക്കെ ഈ മൂടി കെട്ടി ഇത്രയും മഴയും പെയ്ത് വെള്ളമൊക്കെ മുറ്റത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളല്ലായിരുന്ന. ഏതായാലും ഇന്ന് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാം ആ ഒരു രീതി ആയിട്ടുണ്ട്. ഇന്നിപ്പോ ഇനി അലക്കണം. വെച്ചാൽ ഈ 2-3 ദിവസത്തെ ഈ മഴ കാരണം നമുക്ക് അലക്കലൊക്കെ കുറച്ച് തുണികളെടുത്ത് മാത്രം അലക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ബാക്കി തുണികളും കാര്യങ്ങളൊക്കെ അലക്കി വെയിലത്ത് ഉണക്കി എടുക്കണം. അതിനുള്ളിൽ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നലെ രാത്രിയെ നിങ്ങളുടെയൊക്കെ അവിടെ മിന്നലും ഇടിയൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോ, ഇവിടെ എന്നാ മിന്നലും ഇടിയായിരുന്നെന്ന് അറിയാവോ. കേട്ടിട്ട് എന്നെ പേടി വന്നു. ഉറക്കത്തിൽ നിന്ന് വരെ ഹരിക്കുട്ടൻ ഞെട്ടി എണീറ്റ് ആ ഒരു ഇടിയുടെ സൗണ്ട് കേട്ടിട്ട്. ഹരിക്കുട്ടൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇനി ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമാണ്. അപ്പോഴത്തേക്കും ചേച്ചിമാരും ഉഷാറായിട്ട് 3 പേരും കൊണ്ടിരുന്ന് നല്ല കളിയാണ് കേട്ടോ. ഇത് പറഞ്ഞു തീർന്നില്ല, അതിനെല്ലാം മുന്നേ ഹരിക്കുട്ടൻ ഇങ്ങ് എത്തി. അതങ്ങനെ കുറച്ചു നേരമൊക്കെ ഉള്ളിലൊക്കെ ഇരുന്ന് കളിച്ചും പിന്നെ എന്നെ കാണണം. പിന്നെ എന്റെ കൂടെ ഇരുന്നാലേ ആശാൻ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഹരിക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെയ്യുന്നൊരു പണി എന്താന്ന് വെച്ചാലേ, ഈ നീണ്ട പിടിയുള്ള പാത്രങ്ങളാണെങ്കിൽ ഒന്ന് പിടിച്ചു വലിക്കാനൊക്കെ നോക്കും. അതുകൊണ്ട് മാക്സിമം ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹരിക്കുട്ടനെ ഞാൻ അടുപ്പിക്കാറേ ഇല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ടേ. ഇതിങ്ങനെ ചുരുട്ടി എടുക്കുമ്പോഴേ ഒരു ബെനിഫിറ്റ് എന്താണെന്നറിയാവോ, ഡ്രൈ ആയി പോകത്തില്ല ദോശ. നമ്മളിങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കുന്ന ദോശകളൊക്കെ ഇങ്ങനെ ചുരുട്ടി എടുക്കുവാണെങ്കിൽ ദോശ ഡ്രൈ ആയി പോകത്തില്ല കേട്ടോ. ഇന്ന് അരിക്കുട്ടൻ അച്ചുവിന്റെയും മാളുവിന്റെയും ഒക്കെ കൂടെ ഇരുന്ന് കാത്തും എല്ലാം കണ്ടുകൊണ്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഈ മുതിർന്ന കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിലേ അവര്
കഴിക്കുന്നതും കളിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ കണ്ട് അങ്ങനെ അവരുടെ കൂടെ ചേർന്ന് അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും കേട്ടാ. ഹരിക്കുട്ടൻ ഈ 2-3 ദിവസമായിട്ടേ അത്ര വലിയ എന്താണ് എന്റെ അടുക്ക് വന്ന് ബഹളം വെച്ച് എടുക്കാനൊന്നും അങ്ങനെ പറയത്തില്ല. ഇവരുടെ കൂടെ നടന്ന് കളിച്ചോളും. അതുപോലെ തന്നെ ഭക്ഷണം കഴിപ്പിക്കാനും എനിക്ക് അത്ര പാടില്ലായിരുന്നു. ഇവരുടെ കൂടെ ഇരുന്ന് അവര് കഴിക്കുന്ന കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചിക്കൻ സെന്ററിലേക്ക് പോകുവാണേ. അപ്പോഴത്തേക്കും അച്ചുവും ആളും ചേച്ചിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാര്യം അവർക്ക് നാളെ സ്കൂൾ തുറക്കുമല്ലേ. അപ്പൊ പുതിയ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ അങ്ങ് ഇറങ്ങി. ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഇറങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. ഇനിയിപ്പൊ ഇവരെ വല്ല ഹോളിഡേയ്സിലാ ഇല്ല സാറ്റർഡേ സൺഡേ ഒക്കെ ചിലപ്പോ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നത് ഹരിക്കുട്ടന്റെ 2 കൂട്ടുകാരാ കേട്ടോ. ഇവരുമായിട്ടുള്ള കളിയായിരുന്നു ഈ കുറച്ച് ദിവസം മുഴുവനും. ഏതായാലും ചേച്ചി അങ്ങോട്ട് പോയി, ഞാൻ ദേ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോയാലാണ് കേട്ടോ ചിക്കൻ സെന്റർ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാ. ഇന്ന് ചിക്കന് വില കിലോ 270. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് വെജിറ്റബിൾ ഒക്കെ വാങ്ങാൻ പോയായിരുന്നു. പിന്നെയാണ് ഞങ്ങള് ഫ്രൂട്ട്സ് കടയിൽ കയറിയത്. ഇതെല്ലാം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ദൂരെ ദൂരെ പോകേണ്ട ആവശ്യം വരുന്നില്ലേ. ഈ കടയിലെ ഒട്ടുമിക്ക പഴങ്ങളും നമുക്ക് കിട്ടും കേട്ടാ. നമ്മൾ ഓരോ സമയത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഓരോരോ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ ഈ കടയിൽ കാണുവേ. ഇതിപ്പോ ഈ മാങ്ങ സീസൺ ആയതുകൊണ്ടേ സേലം മാങ്ങ, സിന്ദൂര മാങ്ങ, അങ്ങനെ എന്തൊക്കെയോ മാങ്ങകളുടെ പേരൊക്കെ ആ ചേട്ടൻ നിന്ന് പറഞ്ഞ് തന്നായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ, മുസമ്പി, ഞാറയ്ക്ക ഇത് 3ഉം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നേ. ഞങ്ങളുടെ അടുത്തേ കളപ്പുര അമ്പലത്തിലുണ്ടല്ലോ ഒരു വലിയ ഞാറമരം ഉണ്ടേ. അതിൽ ഇഷ്ടം പോലെ ഞാറയ്ക്ക താഴെ വീഴാറുണ്ട്. ഇത് ആ ഞാറയ്ക്കല്ല കേട്ടോ, ഇത് തമിഴ്നാട് ഞാറയ്ക്ക. ഇത് നാക്കിൽ ഇങ്ങനെ കളറൊന്നും പറ്റത്തില്ല. ഇതിന്റെ തൈ ഞാനിവിടെ വളർത്തുന്നുണ്ടേ. എന്തായാലും മഴ ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്നോണ്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കാൻ എടുത്തിട്ടോണ്ടിരിക്കുവാണ്. ഏതായാലും തുണിയെല്ലാം അലക്കി ഉണങ്ങി കിട്ടുന്നിടം വരെ എങ്കിലും മഴ പെയ്യാതിരിക്കണേന്നായിരുന്നു ഞാൻ അപ്പൊ ചിന്തിച്ചോണ്ടിരുന്നത്. എനിക്കുണ്ടല്ലോ ഈ മഴക്കാലത്തിനേലും കൂടുതൽ ഇഷ്ടം വേനൽക്കാലം തന്നെയാണ്. കുറച്ച് ചൂടെടുക്കുമെന്നല്ലേ ഉള്ളു. നമുക്ക് ഇതേപോലെ മുഷിഞ്ഞ് വീടിനകത്ത് മാറി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എന്തായാലും എന്റെ തുണിയെല്ലാം ഉണങ്ങി കിട്ടി. അത് തന്നെ വലിയ കാര്യം. ഇല്ലെങ്കിൽ പിന്നെ ഈ മഴയത്ത് വലിയ പാടാണെന്നേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് 5 വരുന്നു കേട്ടോ ഫുഡെല്ലാം വെക്കുന്നത്. ഇന്ന് രസം ഉണ്ടായിരുന്നു, പിന്നെ ചോറ്, ചിക്കൻ കറി, കൂർക്ക മെഴുക്ക് വരട്ടി, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. അവള് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ ഞാൻ അഴുക്കായി കൊണ്ടിരിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി കഴുകി അപ്പപ്പം തന്നെ മാറ്റിയേക്കുവേ. അതാകുമ്പോ പിന്നെ ഒത്തിരി ജോലി ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തില്ലല്ലോ. പാത്രങ്ങൾ കഴുകി മാറ്റുമ്പോൾ തന്നെ ജോലികൾ പകുതിയും കഴിയും. ഇനിയിപ്പൊ ഹരിക്കുട്ടൻ നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നടക്കും കേട്ടോ കുറെ മണിക്കൂറത്തേക്ക്. കാര്യം അവര് പോയല്ലോ, ഇപ്പൊ ഒറ്റയ്ക്കല്ലേ. ഇനിയിപ്പൊ ഹരിക്കുട്ടന് എന്ത് ചെയ്യണമെന്നറിയാതെ തെക്കും വടക്കും നടന്നിട്ട് നമ്മളെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിരിക്കും കേട്ടോ. ഇന്ന് ചോറും കറിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് ഇട്ട് ഇളക്കി കാണിക്കുന്നല്ലേ. അതെന്നാന്ന് വെച്ചാലേ അച്ഛൻ നിൽക്കുന്ന കടയില് സ്റ്റാഫിനെ ലോട്ടറി അടിച്ച്, അപ്പൊ അതിന്റെ ചെലവായിരുന്നേ. എന്തായാലും ഫ്രൈഡ് റൈസും ബീഫൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇന്ന് വീട്ടിലുണ്ടാക്കിയ കറികൾ ഇതൊക്കെ ആയിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വെളിയിൽ നിന്ന് പുല്ലെല്ലാം പറിക്കുന്നത് കണ്ടത്. ഇപ്പോഴാണ് ആ മുറ്റം എല്ലാം ഒന്ന് തെളിഞ്ഞു കാണുന്നത്. മൊത്തം വെള്ളമായിരുന്നു. ഇന്നിപ്പം വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാനേ കുറച്ച് ദിവസമായിട്ട് ഹരിക്കുട്ടന്റെ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് ഞാൻ ഓർക്കുന്നേ. സാധാരണ ഈ എല്ലാം കൂടെ ഈ ഒരു ഒറ്റ പാത്രത്തിലായതുകൊണ്ട് ഏതൊക്കെ എടുത്ത് കളിക്കണമെന്ന് പോലും ഹരിക്കുട്ടന് അറിയത്തില്ല. അപ്പോഴാണ് ഞാൻ ഫ്രൂട്ട്സ് കട ഈ കൊട്ട കണ്ടത്. അപ്പൊ ചോദിച്ചപ്പോ വിൽക്കാൻ വെച്ചേക്കുന്നത് തന്നെ. ഒരെണ്ണത്തിന് 10 രൂപ. അങ്ങനെ ഞാൻ 3എണ്ണം വാങ്ങിച്ചു. ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ, കളിപ്പാട്ടം എടുത്തു വെക്കാനല്ലേ. പിന്നെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒന്നും കൂടെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടാണ് കേട്ടോ കളിപ്പാട്ടങ്ങളിലൊക്കെ എടുത്തു വെക്കുന്നത്. ഇനി ഒരു ദിവസം സമയമുള്ളപ്പോഴാണ് ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഒന്ന് ഡെറ്റോൾ മുക്കി തുടക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. കാര്യം കുഞ്ഞെപ്പോഴും വായിലൊക്കെ വെക്കുന്നതല്ലേ. കളിപ്പാട്ടമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചപ്പോഴാണ് മനസ്സിലായത് കുറെയൊക്കെ കളിപ്പാട്ടങ്ങൾ തല്ലിപ്പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഏതായാലും. അപ്പൊ അതെല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് നല്ല കളിപ്പാട്ടങ്ങൾ മാത്രം പെറുക്കി അടുക്കി വെച്ച്. അങ്ങനെ അതെല്ലാം അടുക്കി പെറുക്കി ഒതുക്കി എല്ലാം വെച്ച് എന്റെ ബാക്കി ജോലികളെല്ലാം ചെയ്ത് അങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഒരു കോള് വന്നത്. വീട്ടിലുണ്ടോ? അങ്ങോട്ടേക്ക് 2 ഗസ്റ്റുകൾ വരുന്നുണ്ടേ. മീനു ചേച്ചി ആയിരുന്നേ. അപ്പൊ വരുന്നത് അപ്പുവിന്റെ കസിനും വൈഫും കൂടെയാണ്. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ.
അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി അവർക്കുള്ള ചായയും പിന്നെ പലഹാരങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെച്ച് ഞാൻ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇടാന്ന് കരുതിയല്ലേ പിന്നെ അവർക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. പിന്നെ നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ അവരോട് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. അപ്പൊ മീനു ചേച്ചി വിളിച്ചു പറഞ്ഞ് അവരെന്തായാലും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നേ. അങ്ങനെ ഞാൻ അവരെ ഇങ്ങനെ നോക്കി നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരങ്ങനെ വരട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം.